കൂടുതലും കടയിലെ സാധനങ്ങൾ മോഷണം, പിന്നെ ഈ ബസ് സ്റ്റാൻഡിലെ മലമൂത്ര വിസർജനം, ഇതൊക്കെയാണ് ആളെ സ്ഥിരമായിട്ടുള്ള പരിപാടികൾ. കാട്ടാക്കട KSRTC ബസ് സ്റ്റാൻഡിലും പരിസരത്തും പട്ടക്കുളം സ്വദേശിയായ വിജയൻ എന്നയാളുടെ പ്രവർത്തനങ്ങൾ മൂലം യാത്രക്കാർക്കും കച്ചവടക്കാർക്കും രൂക്ഷമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുവെന്ന് വ്യാപക പരാതി. കഴിഞ്ഞ കുറച്ചു നാളുകളായി ബസ് സ്റ്റാൻഡിലെ കടകൾക്ക് മുന്നിലും ATM കൗണ്ടറിലും ബസ്സിനകത്തും നിരന്തരം മലമൂത്ര വിസർജനം നടത്തുന്നതായാണ് പരാതി ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബസ്സിനകത്ത് ഇയാൾ ഇത്തരത്തിൽ പെരുമാറിയതിനെ തുടർന്ന് ഒരു സർവീസ് വരെ നിർത്തിവെക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായതായും പറയുന്നു. കൂടാതെ യാത്രക്കാരായ സ്ത്രീകളെ ശല്യം ചെയ്യുക, കടകളിൽ നിന്ന് സാധനങ്ങളും ഭക്ഷണങ്ങളും എടുത്തുകൊണ്ടുപോയി നശിപ്പിക്കുക, കടകൾക്ക് നാശനഷ്ടം വരുത്തുക എന്നീ പരാതികളും ഉയരുകയാണ്. ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങുന്ന ചായ ഗ്ലാസ് യാത്രക്കാർ കാത്തു നിൽക്കുന്ന സ്ഥലത്ത് എറിഞ്ഞ് പൊട്ടിക്കുന്നതും പതിവാണെന്ന് പ്രദേശവാസികളും കച്ചവടക്കാരും പറയുന്നു. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കിടക്കും. രാവിലെ നമ്മളിവിടെ കട തുറക്കാൻ വരുമ്പോൾ ഇവിടെ സാധിച്ചു വെച്ചേക്കും. പിന്നെ അവരെ വിളിച്ചാണ് അത് ക്ലീൻ ചെയ്തെടുക്കണം. ആകെ ശല്യമാണ്. അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. നമ്മളിവിടെ ഡിപ്പോയിലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവർ വന്ന് തന്നെ ക്ലീൻ ചെയ്തിട്ടിട്ട് പോകണം. യാത്രക്കാർ ഇരിക്കുന്ന ബെഞ്ചിലും കസേരയിലും പഴകിയ വസ്ത്രം ഉപയോഗിച്ച് വിസർജ്യം നിക്ഷേപിക്കുന്നു എന്ന സംഭവവും ഉണ്ടായതായി കച്ചവടക്കാർ പറയുന്നുണ്ട്. ബന്ധുക്കൾ ഉണ്ടായിട്ടും ഇയാളെ ആരും തിരികെ കൊണ്ടുപോകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. കഴിഞ്ഞ ദിവസവും കടകളിൽ കയറി പഴങ്ങളും ഫ്രൂട്ട്സ് അടക്കമുള്ള സാധനങ്ങളും എടുത്തുകൊണ്ടുപോയി. ഇയാളുടെ പ്രവർത്തനം മൂലം നാട്ടുകാർക്കും ബസ് സ്റ്റാൻഡിലെ മറ്റ് കച്ചവടക്കാർക്കും കടുത്ത മാനസിക ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. KSRTC അധികൃതരോട് പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല എന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ഒരു 5-6 മാസം കൊണ്ട് ഇദ്ദേഹം തുടങ്ങിയതാണ്. കൂടുതലും കടയിലെ സാധനങ്ങൾ മോഷണം, പിന്നെ ഈ ബസ് സ്റ്റാൻഡിലെ മലമൂത്ര വിസർജനം, ഇതൊക്കെയാണ് ആളെ സ്ഥിരമായിട്ടുള്ള പരിപാടികൾ. ATM കൗണ്ടറിനകത്ത് കയറിയിട്ടുള്ള മലമൂത്ര വിസർജനം, ബസ്സിനകത്ത് ഇങ്ങനെ സ്ഥിരം ബുദ്ധിമുട്ടാണ്. പരാതി KSRTC കൊടുത്തിട്ട് വേറെ നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ന് എല്ലാ കടയിലും സ്ഥിരം മോഷണമാണ്. അതുപോലെ പതിവൊന്നും മോഷണമായിരുന്നു. സ്ഥിരം മോഷണമാണ്. എത്രയും വേഗം അധികൃതർ ഇടപെട്ട വേണ്ട നടപടി സ്വീകരിച്ച് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും കച്ചവടക്കാരുടെയും ആവശ്യം. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.